അൽഹംദുലില്ലാ റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ചരിത്രം രോമാഞ്ചം കൊണ്ടുപോയ ആ നിമിഷം. സീസറുടെ ശക്തമായ ചോദ്യം. നീ ക്രിസ്തുമതം വിശ്വസിക്കുന്നു അല്ലേ? അബ്ദുല്ലാഹിബ്നു ഹുദാഫയുടെ അതിശക്തമായ മറുപടി. ഇല്ല. സീസറുടെ പല്ലുകൾ ഞെരിഞ്ഞു. അയാളെ കോപം ഭ്രാന്തനാക്കുകയായിരുന്നു. അയാൾ വീണ്ടും അലറി. നീ ഒരു നശിച്ചവൻ തന്നെ. പിന്നെ നീ എന്തിനാണ് കരഞ്ഞത്? സീസറുടെ ചോദ്യം. അബ്ദുല്ലയുടെ മറുപടി. ഈ ചട്ടിയിൽ എറിയപ്പെട്ടാൽ എൻ്റെ ജീവൻ വേഗത്തിൽ പോകുമല്ലോ. എൻ്റെ ദേഹത്തുള്ള രോമങ്ങളുടെ അത്രയും വട്ടം എന്നെ എണ്ണച്ചട്ടിയിൽ എറിയുന്നതാണ് എനിക്കിഷ്ടം. ഓരോ വട്ടവും ഞാൻ കൊല്ലപ്പെടുന്നത് ദൈവമാർഗത്തിലാണല്ലോ. എത്ര സന്തോഷകരമാണത്. പക്ഷേ ഈ ഒരൊറ്റ മരണം കൊണ്ട് എല്ലാം കഴിയുമല്ലോ എന്ന ചിന്ത എന്നെ സങ്കടപ്പെടുത്തുകയാണ്. അതാണ് എന്നെ കരയിച്ചത്. അബ്ദുല്ല നിവർന്നു നിന്നു. ഒരു ജേതാവിൻ്റെ നെഞ്ഞൂക്കോടെ. സീസർ പരാജയപ്പെടുകയായിരുന്നു. ഒടുവിൽ അയാൾ ചോദിച്ചു, നിനക്കെൻ്റെ തലയിൽ ചുംബിക്കാമോ? ഞാൻ നിന്നെ വെറുതെ വിടാം. എന്നെ മാത്രമല്ല മറ്റെല്ലാ മുസ്ലിങ്ങളെയും തടവുകാരെയും വിടാമെങ്കിൽ എന്ന് അബ്ദുല്ല മറുപടി പറഞ്ഞു. എല്ലാ മുസ്ലിം തടവുകാരെയും വിടാം ഞാൻ. അബ്ദുല്ല ചിന്തിച്ചു. ഇവൻ അള്ളാഹുവിൻ്റെ ശത്രുക്കളിൽ ഒരുവൻ. ഞാൻ ഇവൻ്റെ തലയിൽ ചുംബിച്ചാൽ ഞാൻ രക്ഷപ്പെടും. മറ്റു മുസ്ലിം തടവുകാർ ചുംബിച്ചാൽ അവരും രക്ഷപ്പെടുമല്ലോ. അപകടരഹിതവും നിരുപദ്രവകരവുമായ ഒരു മാർഗം തന്നെ. അബ്ദുല്ല അപ്പോൾ അങ്ങനെയാണ് കരുതിയത്. ചങ്ങലകളുടെ കിലുകിലാവരോ. അബ്ദുല്ല സീസറോട് അടുക്കുകയാണ്. അടുത്തെത്തിയ അദ്ദേഹം കുനിഞ്ഞു സീസറുടെ നെറുകയിൽ ചുംബിച്ചു. മുസ്ലിം തടവുകാരെ മുഴുവനും അബ്ദുല്ലയുടെ കൂടെ വിട്ടയക്കുവാൻ സീസർ ഉത്തരവായി. മോചിതരായ എല്ലാവരെയും വളരെ വൈകാതെ അമീറുൽ മുഅ്മിനീൻ്റെ അടുത്തെത്തി. വിവരങ്ങളെല്ലാം അറിഞ്ഞ അദ്ദേഹം വളരെ സന്തോഷിച്ചു. അബ്ദുല്ലാഹിബ്നു ഹുദാഫയുടെ പിന്നിലുണ്ടായിരുന്ന തടവുകാരിലെ മുസ്ലിങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാ മുസ്ലിങ്ങളും അബ്ദുല്ലയുടെ തലയിൽ ചുംബിക്കണം. ഞാൻ തന്നെ തുടങ്ങാം. പിന്നെ അദ്ദേഹത്തിൻ്റെ എഴുന്നേറ്റ് അബ്ദുല്ലയുടെ മൂർധാവിൽ ചുംബിച്ചു. അബ്ദുല്ലയുടെ ജീവിതത്തിലെ അനർഘ നിമിഷം. എത്ര മനോഹരമാണ് ഈ പര്യവസാനം.